എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ്? രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ്? ഓപ്ഷൻ എ ജൂലൈ 3, ഓപ്ഷൻ ബി മെയ് 2, ഓപ്ഷൻ സി ജനുവരി 1, ഓപ്ഷൻ ഡി ഏപ്രിൽ 4. ആൻസർ ഓപ്ഷൻ എ ജൂലൈ 3. അപ്പൊ ജൂലൈ 3-നാണ് രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം. അപ്പൊ രാജ്യാന്തര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് ജൂലൈ 3. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ചുവടെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ KT തെലാങ്, ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ് ബാനർജി, ഓപ്ഷൻ സി M വീരരാഘവാചാര്യർ, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ആൻസർ ഓപ്ഷൻ ബി സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ് ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി അടയാളപ്പെടുത്തുക. 1 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബൊളീവർ, 2 റഷ്യൻ വിപ്ലവം ലെനിൻ, 3 മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമൻ, 4 ഫ്രഞ്ച് വിപ്ലവം ആർതർ വെല്ലസ്ലി. ഓപ്ഷൻ എ 1, 3, 4, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 2, 4. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. ഈ 3 ജോഡികളും ശരിയാണ്. അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരാണ്? സൈമൺ ബൊളീവർ ആണ്. റഷ്യൻ വിപ്ലവം ലെനിൻ ആണ്. മഹത്തായ വിപ്ലവം ജെയിംസ് രണ്ടാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം. ഓപ്ഷൻ എ മിനിക്കോയ്, ഓപ്ഷൻ ബി കൽപ്പേനി, ഓപ്ഷൻ സി ബംഗാരം, ഓപ്ഷൻ ഡി കവരത്തി. ആൻസർ ഓപ്ഷൻ ഡി കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി. അടുത്ത ക്വസ്റ്റ്യൻ, നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി. നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ എ ഓപ്പറേഷൻ വാഹിനി, ഓപ്ഷൻ ബി ഇനി ഞാൻ ഒഴുകട്ടെ, ഓപ്ഷൻ സി ഓപ്പറേഷൻ സഞ്ജീവനി, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ റിവർ. ആൻസർ ഓപ്ഷൻ എ ഓപ്പറേഷൻ വാഹിനി. അപ്പൊ നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകളെ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പറയുന്നത് 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. 2 ഈ സൂചികയുടെ അടിസ്ഥാന കാലയളവ് 2020 മാർച്ചാണ്. 3 പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കാനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ശരി. അപ്പം എന്താണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക? 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ്. 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതിയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കാനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കാനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക എന്ന് പറയുന്നു. ഈ പ്രസ്താവന രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ കൃതിയാണ് ഹൈന്ദവം? ആരുടെ കൃതിയാണ് ഹൈന്ദവം? ഓപ്ഷൻ എ സാറ ജോസഫ്, ഓപ്ഷൻ ബി KR മീര, ഓപ്ഷൻ സി KP രാമനുണ്ണി, ഓപ്ഷൻ ഡി സേതു. ആൻസർ ഓപ്ഷൻ സി ആണ്, KP രാമനുണ്ണി. അപ്പം ഹൈന്ദവം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ KP രാമനുണ്ണിയുടെ കൃതിയാണ്. KP രാമനുണ്ണിയുടെ കൃതിയാണ് ഹൈന്ദവം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രി. ഓപ്ഷൻ എ KPS മേനോൻ, ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഗുൽസാരി ലാൽ നന്ദ. ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി. ഓപ്ഷൻ എ സൈന നെഹ്വാൾ, ഓപ്ഷൻ ബി അവനി ലഗേര, ഓപ്ഷൻ സി സാക്ഷി മാലിക്, ഓപ്ഷൻ ഡി മേരി കോം.
ആൻസർ ഓപ്ഷൻ ബി അവനി ലഖേര. പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അവനി ലഖേര. പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയായിരുന്നു വെച്ചാൽ അവനി ലഖേര. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? ഓപ്ഷൻ എ PV നരസിംഹറാവു, ഓപ്ഷൻ ബി രാജീവ് ഗാന്ധി, ഓപ്ഷൻ സി VP സിംഗ്, ഓപ്ഷൻ ഡി AB വാജ്പേയി. ആൻസർ ഓപ്ഷൻ എ PV നരസിംഹറാവു. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജാപർവ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം? രാജാപർവ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഒഡീഷ, ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ആൻസർ ഓപ്ഷൻ സി ഒഡീഷ. രാജാപർവ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. പ്രസ്താവനകളിൽ നിന്ന് മാണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. 1. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. 2. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 3. 1974 പത്മശ്രീ ലഭിച്ചു. 4. ഛത്രവും ചാമരവും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചു. എ 2, 3, 4 മാത്രം, ബി 1, 2, 3 മാത്രം, സി 1, 3, 4 മാത്രം, ഡി 1, 2, 4 മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 മാത്രം. ഇനി മാണി മാധവ ചാക്യാരാണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത്. മാണി മാധവ ചാക്യാരാണ് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചതും മാണി മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തെക്കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചതും മാണി മാധവ ചാക്യാരാണ്. 1974 പത്മശ്രീ ലഭിച്ചു. മാണി മാധവ ചാക്യാർക്ക് 1974 പത്മശ്രീ ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരം നീതി ആയോഗ് ആരംഭിച്ച വർഷം? കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരം നീതി ആയോഗ് ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2019, ഓപ്ഷൻ ഡി 2016. ആൻസർ ഓപ്ഷൻ ബി 2015. കേന്ദ്ര ആസൂത്രണ കമ്മീഷനു പകരം നീതി ആയോഗ് ആരംഭിച്ചത് 2015-ലാണ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്